പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോൾ പലർക്കും പല ആൾക്കാർക്കും തോന്നുന്നത് എന്നെക്കാൾ വലിയ വലിപ്പമുള്ളവരാരുമില്ല, എനിക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ജ്ഞാനമുണ്ട്, പ്രസംഗിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനും കഴിവുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, ആൾശേഷിയുണ്ട്, പണശേഷി ഉണ്ടെന്നൊക്കെയും പറയുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത്. എന്നാൽ പൗലോസ് പറയുന്നത് ഞാൻ ആയിരിക്കുന്ന ദൈവകൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ആകാൻ കഴിയത്തില്ലായിരുന്നു. സത്യത്തിൽ പൗലോസൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലെങ്കിലും പൗലോസ് ഇപ്പോഴും താഴ്മയോടും വിനയത്തോടും പറയുകയാണ്, ഞാൻ ആയിരിക്കുന്നത് ഉന്നത ഭാവമില്ലാത്തൊരു വ്യക്തിയായിരുന്നു പൗലോസ്. അതായത് മുഖമുദ്രയോ താഴുക എന്നൊക്കെയും ഒരു ഉന്നതഭാവമില്ലാത്തൊരു വിനയമുള്ള ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. അപ്പോൾ അപ്രകാരമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയിലാണ്. പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ നമുക്ക് പ്രശംസിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ കരുണ, നമ്മുടെ കഴിവ്, നമ്മുടെ ജ്ഞാനം, നമ്മുടെ പണം, നമുക്ക് 4 കെട്ട് വീട്, നമുക്ക് കൊട്ടാരം, നമുക്ക് കാറ്, നമുക്ക് അങ്ങനെ ഒത്തിരി ആസ്തിപാസ്തികൾ എല്ലാം ഉണ്ടെന്ന് ജനം പറയുമ്പോഴും പൗലോസ് പറയുന്നത് ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാണ്. ദൈവജനമേ, എന്നെ കേൾക്കുന്നവർ, എന്നെ അറിയുന്നവർ, എന്നെ നിങ്ങൾക്കും എനിക്ക് നിങ്ങളെ അറിയത്തില്ലെങ്കിലും നമ്മൾ പറയേണ്ടുന്ന ഇതാണ് ഇന്നൊരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റെന്ന് പറയും. ഇന്ന് രാത്രി നമ്മൾ കിടന്നതിന് ശേഷം രാവിലെ എഴുന്നേറ്റെങ്കിൽ, അല്ലെങ്കിൽ ഉറങ്ങി. എത്രയോ പേര് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന രാത്രിയിൽ യാമങ്ങളിൽ ഉറങ്ങാൻ കഴിയാതെ വണ്ണം ഏതെല്ലാം വിധത്തിൽ അവർ ചിന്താഭാരത്താലും അതുപോലെ എന്തെല്ലാം ടാബ്ലറ്റുകൾ എടുത്താലും മരുന്നുകൾ കഴിച്ചാലും ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അവർ നടന്നാൽ ഒക്കെ അവർക്ക് ഉറക്കം വരാത്ത അനേക രാത്രികളുണ്ട്. അപ്പോൾ നോക്കിക്കോണം, അതൊരു വലിയ കാളരാത്രി പോലെ അനേകർക്ക് അനുഭവപ്പെടുന്നു. ഒരു ദൈവം നമുക്ക് നല്ല ഉറക്കം തന്നില്ലെങ്കിൽ അത് ദൈവം നമ്മളെ നടത്തുന്ന കൃപ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം ദൈവകൃപയാണെന്ന് നാം മനസ്സിലാക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മളൊന്നുകൊണ്ടും പുകഴത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ ജീവനെ കർത്താവ് എടുത്താൽ ശന്തൽ പ്രൗഢലാതി ഹസ്തക്കടകല റീവനകടകലാതി നിൻ്റെ പ്രാണനെ ഇന്ന് രാത്രി ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാകുമെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവവചനം നമ്മൾ പഠിക്കുക, ദൈവവചനവുമായിട്ട് കൂടുതൽ അടുക്കുക. ഇപ്പോൾ എന്തെല്ലാം കാര്യമാണ് ലോകത്തിൽ സന്തോഷിക്കാനുള്ളത്, എന്നാൽ അതിലൊന്നുമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത് ദൈവത്തിലും ദൈവകൃപയിലുമായിരിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, നമ്മൾ കൈവിടപ്പെട്ടു പോകാൻ അനുവദിക്കുക. എപ്പോഴും നമ്മൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ആക്സിഡൻറ്റ്, മരണത്തിൽ നിന്നും, പെട്ടെന്ന് ലാഭത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന്, മാരരോഗം, അണുബാധകളിൽ നിന്നും, പകർച്ചവ്യാധി നിന്നെല്ലാം എൻ്റെ കുടുംബങ്ങളെയും വിടുവിക്കണേ കർത്താവേ. ലോകത്തിലുള്ള എല്ലാവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥനാശീലമുള്ളവരായി നമ്മൾ തീരണം. എന്തുകൊണ്ടെന്ന് വന്നാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതാണ് ദൈവജനമേ. അതിനുവേണ്ടി നമ്മൾ